എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷെയറുകളാണ്. ഇതിൽ നമ്മൾ 17 ഷെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സ്പോട്ടിൻ്റെ ഫ്യൂച്ചറിൻ്റെ എല്ലാം സ്പോട്ടിൻ്റെ ലെവലുകളാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ ട്രേഡ് എടുക്കുന്നവർക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും എൻ്റെ ട്രേഡിംഗ് ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ട്രേഡ് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇതിലിപ്പം നോർമൽ നമ്മൾ ചെയ്യുന്നത് എന്നും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുമോ, അതല്ല R1, R2, R3 ഇതിലേതെങ്കിലും റേഞ്ചിൽ ഇപ്പം ചില ഷെയറുടെ ഈ ഹൈയുടെ ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോവും, ഇറങ്ങാതെ തന്നെ R1 പോവും, ചിലപ്പോൾ R2 പോവും, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം ഏത് ലെവലിൽ നിന്നാണോ ചില ഷെയർ ഇപ്പോൾ R1 മുകളിൽ വന്നതിന് ശേഷം ഇപ്പോൾ എക്സാമ്പിൾ ജൂബിലൻ്റ് ഇൻഡസ്ട്രീസ് ഈ R1 932 ആണ്, ഒരു 938 40 950 വന്നിട്ട് ഈ 32 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. അതുവരെ നമ്മൾ എടുക്കത്തില്ല. ഏത് ലെവലിൽ നിന്നാണോ താഴെ വരുന്നത് ആ ലെവലിലായിരിക്കും ഫസ്റ്റ് ടൈം എടുക്കുന്നത്. എന്നിട്ട് ആ സമയം വന്നിട്ടുള്ള ഹൈ സ്റ്റോപ്പ് ലോസ് ഇടും. ചില ഷെയറിന് ചിലപ്പോൾ ഒത്തിരി ഹൈ ആണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയർ അവോയ്ഡ് ചെയ്യുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാൻ കുഴപ്പമില്ല, അവർക്ക് അതിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളത് ഒന്ന് വന്നിട്ട് ഈ ജൂബിലൻ്റ് ഇൻഡസ്ട്രീസ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ ഈ R2 വരെയും വരാം. ഒരു നല്ല മൂവ്മെൻറ്റ് കാണാൻ ചാൻസ് ഉള്ള ഷെയറാണ്. അപ്പോൾ ആ റേഞ്ചിലൊക്കെ ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷേ എനിക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണെന്നൊന്നും തോന്നില്ല. ഇതിൽ വന്നിട്ട് ഈ MRPL ഈ 210-11 പോയിട്ട് 209 താഴോട്ട് വരുവാണെങ്കിൽ MRPLനകത്ത് നല്ല ചാൻസ് എടുക്കാം. അതുപോലെ ജ്യോതി ലാബും എനിക്ക് തോന്നുന്നത് 500 ലെവലിനടുത്ത് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഈ ലെവലൊന്നും വരത്തില്ല, വരാതെ തന്നെ 500 ലെവലിനടുത്ത് വന്നിട്ട് തിരിഞ്ഞ് താഴ്പ്പാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിൽ BML ശ്രദ്ധിക്കുക. BML ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതുപോലെ ഈ വൈഫവ് ഗ്ലോബൽ എന്ന് പറയുന്ന ഷെയർ അതിൻ്റെ R1 498.80. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ ഷെയർ ഇത് ശ്രദ്ധിച്ചോണം. ഈ വൈഫവ് ഗ്ലോബൽ എന്ന് പറയുന്ന ഷെയർ ഇതിന് മുകളിൽ വന്നിട്ട് ഇറങ്ങി വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ് ഈ വൈഫവ് ഗ്ലോബൽ. അത് മാർക്ക് ചെയ്തിട്ടേക്കാം. വൈഫവ് ഗ്ലോബൽ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ ഈ VLS ഫൈനാൻസും നല്ല ചാൻസാണ് ഈ 310-14 റേഞ്ചിൽ നിന്ന് താഴോട്ടിറങ്ങാൻ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നീട് ഈ ടൈം ടെക്നോ ഇതും ശ്രദ്ധിക്കുക. ഞാനിത് മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് 222-225 റേഞ്ചിലൊക്കെ പോയിട്ട് 222 താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ എടുത്ത് മാറുക, സെല്ല് ചെയ്തിട്ട് ആ സമയത്ത് ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. പിന്നെ ഓപ്പണിങ്ങിൻ്റെ അനുസരിച്ചിരിക്കും, ചിലപ്പോൾ നല്ല രീതിയിൽ വേറെ ഷെയറിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടും. എന്തായാലും നമുക്ക് നമ്മൾ ഈ 17 ഷെയർ എടുത്തേക്കുന്നതിന് അതൊരു 8-9 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. ഇന്നലെ എടുത്തിരുന്ന ഷെയറിനകത്തും നമുക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ എടുത്തിരുന്ന ഷെയറുകൾ വന്നിട്ട് ഇതായിരുന്നു ഇന്നലെ എടുത്തിരുന്ന ഷെയറുകൾ. ഇതിനകത്തൊരു നമ്മൾ 19 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 8 ഷെയർ നല്ല രീതിയിൽ ചാൻസ് തന്നു. വേറെ ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ തന്നു. പക്ഷേ ഈ 8 ഷെയറിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ എടുത്ത് തന്നതിനകത്ത് ഒരു കുറച്ച് ഷെയർ ഞാൻ കാണിക്കാം. ബോറോ ലിമിറ്റഡ്. ഇതിനകത്ത് ഇത് കണ്ടില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നു 408 താഴെ വരെ നമ്മൾ എൻട്രി എടുത്താലും നമുക്ക് 394 14 രൂപയുടെ ചാൻസ് തരുന്നുണ്ട്. അതുപോലെ താജ് GBK
ജീവിക ഓപ്പണിങ്ങിൽ ഇത്രയും മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോലും ഇത് പ്ലസ്സിൽ ഓപ്പണായി R1 പോയി തിരിച്ചിറങ്ങി. നമ്മളന്നേരം 374 റേഞ്ചിലോ എൻട്രി എടുത്താൽ 353 ആ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം IRFC എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു തിരിച്ചിറങ്ങി. ഇവിടുന്ന് നമ്മൾ 156 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 151 സംതിങ് 4-5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും അത് മുകളിൽ പോയി ഹൈ അടിക്കാൻ നമ്മൾ അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക, പോയിട്ടില്ല. തിരിച്ച് വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും 156 എൻട്രി എടുത്ത് നമുക്ക് വീണ്ടും 151 2 പ്രാവശ്യം ചാൻസ് വരുന്നുണ്ട്. അതിനുശേഷം ടൈം ടെക്നോ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, R1 മുകളിൽ ഓപ്പണായി നേരെ R2 പോയിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് 18 എൻട്രി എടുത്താൽ നമുക്ക് 13 ആ റേഞ്ച് തന്നെ കളിച്ചു. പക്ഷേ ലാസ്റ്റ് ടൈമിൽ കയറിപ്പോയി. ഇവിടെ നമ്മൾ എൻട്രി എടുക്കത്തില്ല, നമുക്ക് ഈ ഒരു എൻട്രിയേ ഉള്ളൂ. അതിനുശേഷം മാർക്സൻസ് ഫാർമ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇത് ഹൈഡ് ചെയ്യുമ്പോൾ കാണിക്കാം, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ 161 റേഞ്ചിലൊക്കെ എടുത്താൽ 155 6 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. അതിനുശേഷം സെൻസൈം എന്ന് പറയുന്ന ഷെയർ അത് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ വന്നതേ ഉള്ളൂ, പക്ഷേ കണ്ടിന്യൂസ് ഇറങ്ങിപ്പോയി. നമുക്ക് എൻട്രി എടുക്കേണ്ടവർക്ക് എടുക്കാമായിരുന്നു ഇത്. അതിനുശേഷം റെഡിങ്ടൺ എന്ന് പറയുന്നൊരു ഷെയർ ഓപ്പണിങ്ങിൽ ഒറ്റയടിക്ക് കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങിപ്പോകുന്നു. 202-3 റേഞ്ച് എൻട്രി എടുത്താൽ 194 50 60 ആ റേഞ്ചിലോട്ടൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് മോശമല്ലാത്ത പ്രോഫിറ്റ് ഈ ഷെയറിനകത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് കൊടുത്തിട്ടുള്ള ഷോർട്ട് ടൈം ഗോളൊക്കെ മാർക്കറ്റ് ഇത്രയും ഹെവി മൂവ്മെൻറ്റ്, ഡൗൺ മൂവ്മെൻറ്റും അപ്പ് മൂവ്മെൻറ്റും ഒക്കെ കാണിച്ചെങ്കിലും നമ്മുടെ ഷെയർ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിൽ VST ടില്ലേഴ്സ് എന്ന് പറയുന്ന ഷെയറൊക്കെ 3187 അതിൻ്റെ ഹൈ 3219. നമ്മൾ 3000 റേഞ്ചിലാണ് ഇത് എടുത്തിട്ടുള്ളത് ആൾക്കാർ. അതുപോലെ പിന്നെ ഈ UPL എന്ന് പറഞ്ഞ ഷെയർ UPL 81 ആയിട്ടുണ്ട്. ഞാനത് 465 to 450 വരെ അക്യുമുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ തോന്നുന്നു അത് 452 റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ റേഞ്ചിൽ നിന്ന് ഇത് ഇവിടം വരെ കയറ്റിട്ടുണ്ട്. 450 to 460 എടുത്തെന്ന് പറഞ്ഞാലും 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്, 4-5% ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെട്രോ ബ്രാൻഡ് മെട്രോ ബ്രാൻഡ് 111 ഉണ്ട്. ഇതും 1080 ആ റേഞ്ച് ഇരുന്നപ്പോൾ പറഞ്ഞാണ് 1050 1030 ആ റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കുന്നത്. ആ റേഞ്ചിൽ വന്നിട്ടാണ് ഇപ്പോൾ ഈ റേഞ്ചിൽ കയറി നിൽക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് കൊടുത്തിട്ടുള്ള ദേവയാനി 150 റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പം 154 ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം വലിയ കുഴപ്പമില്ലാത്ത ചില ഷെയർ നമ്മൾ പറഞ്ഞ റേഞ്ചിൽ തന്നെയുണ്ട്. ഇപ്പം പഞ്ചാബ് കെമിക്കൽ എന്ന് പറയുന്ന ഷെയർ 980 തൊട്ട് 920 വരെ ആവറേജ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. 950 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത് 987 ക്ലോസിംഗ് ആണ്. 2-3 ദിവസത്തേക്കുള്ളിൽ നല്ല രീതിക്ക് ഇറങ്ങിപ്പോകും ഈ ഷെയറുകളൊക്കെ. ഷോർട്ട് ടൈമിൽ എടുക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചില സമയത്ത് നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കധികം റിസ്ക് ഇല്ല, നോർമൽ റിസ്ക് ഇല്ല. പിന്നെ ഹെവി ഡൗൺ ട്രെൻഡൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ലോസ് ഇല്ലാത്ത രീതി തിരിച്ച് കയറുന്ന സമയത്ത് വെളിവരാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ ഷോർട്ട് ടൈം കോൾ മാത്രം ഈ ഡെലിവറി ഒക്കെ എടുത്ത് ചെയ്യുന്നവർ എൻ്റെ ചാനലിനകത്ത് ഷോർട്ട് ടൈം കോൾസ് എന്ന് പറഞ്ഞൊരു
പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ പോയി ശ്രദ്ധിക്കുക. അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.